നമസ്കാരം. മറ്റൊരു വിഷയത്തിലേക്കാണ് ഇന്ന് ചിന്ത കടന്നു പോകുന്നത്. വളരെയേറെ വിവാദങ്ങളും തർക്കങ്ങളും പ്രത്യേകിച്ച് യുക്തിവാദികളുടെയും നിരീശ്വരവാദികളുടെയും വലിയ ആക്ഷേപവും ബഹളവും ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു പദമാണ് ആൾദൈവങ്ങൾ. ശരിക്കും ഭാരതത്തിലെ ആത്മീയത, ഭാരതത്തിലെ ചിന്താധാര വച്ചുകൊണ്ട് ഇതൊന്ന് പരിശോധിക്കേണ്ടത് കാലത്തിൻ്റെ ഒരു ആവശ്യം കൂടിയാണ്. മാതാ അമൃതാനന്ദമയി അമ്മ, സത്യസായി ബാബ, ഭഗവാൻ തുടങ്ങിയ സത്യസായി ബാബ, രമണ മഹർഷി തുടങ്ങിയ നിരവധി പേരെ ദൈവമായി കണ്ടു തന്നെ ആരാധിക്കുന്ന ഒരു രീതിയുണ്ട്. ഈയിടയ്ക്ക് വർക്കല ശിവഗിരി മഠത്തിലെ പുതിയ ജനറൽ സെക്രട്ടറിയും സ്വാമിമാരും പറഞ്ഞത് ശ്രീനാരായണ ഗുരുദേവൻ ദൈവമാണ്. മറ്റൊരു വിഭാഗം ആളുകൾ ചട്ടമ്പി സ്വാമി ദൈവമാണ്. അപ്പം എന്താണ് ഈ ആൾദൈവ സങ്കല്പവും ആൾദൈവങ്ങളും? അങ്ങനെ ഉണ്ടോ, അങ്ങനെ പാടുണ്ടോ എന്നൊക്കെ ഉള്ളൊരു ചിന്തയാണ്. ഭാരതത്തിൻ്റെ ആത്മീയ ചിന്തയനുസരിച്ച്, ദൈവചിന്തയനുസരിച്ച്, ഈശ്വര ചിന്തയനുസരിച്ച് ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും, അത് ജീവനുള്ളതാകട്ടെ ജീവനില്ലാത്തതാകട്ടെ, എല്ലാ ചരാചരങ്ങളും രൂപപ്പെട്ടിരിക്കുന്നത് മാറ്റർ, സ്പേസ് തുടങ്ങിയ വസ്തുക്കളുടെ ഘടകങ്ങളിലൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലെല്ലാറ്റിലും ജീവനുണ്ട്. എല്ലാ കാര്യങ്ങളിലും ജീവനുണ്ട്. കാരണം സൂക്ഷ്മതലത്തിൽ പരിശോധിച്ചാൽ ഒരു മേശയായാലും കസേരയായാലും ഭൗതികമായിട്ടുള്ളൊരു ഫർണിച്ചറായാലും ജീവനുള്ള മനുഷ്യനായാലും ജന്തുക്കളായാലും സസ്യങ്ങളായാലും ഏതെടുത്താലും അതിൻ്റെ സൂക്ഷ്മ കണങ്ങളെന്ന് പറയുന്നത് ഒന്നുപോലാണ്. അതിന് രൂപവ്യത്യാസവും ഭാവവ്യത്യാസവും ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് സകലത്തിലും ജീവൻ ഇരിക്കുന്നു, ഈശ്വരനുണ്ട് എന്നാണ് നമ്മുടെ ഉപനിഷത്തുകളും വേദങ്ങളും എല്ലാം പഠിപ്പിക്കുന്നത്. സകലത്തിലും ഈശ്വരനുണ്ട്, ഈശ്വരാംശമില്ലാത്ത ഒന്നുമില്ല. അപ്പോൾ ചോദിക്കും, ഞാൻ ഈശ്വരനാണോ? അതെ. ഇത് കേൾക്കുന്ന നിങ്ങൾ ഈശ്വരനാണോ? അതെ. യുക്തിവാദികൾ ഈശ്വരനാണോ? തീർച്ചയായിട്ടും അതെ. നിരീശ്വരവാദികൾ ഈശ്വരനാണോ? അതും അതെ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഈശ്വരനാണെങ്കിൽ പിന്നെ ഈ ആൾദൈവങ്ങളെന്ന് പറയുന്നവരുടെ പുറകെ പോകുന്നത് എന്തിന്? എല്ലാവർക്കും കുറച്ച് നാട്ടുവൈദ്യവും കുറച്ച് ആരോഗ്യ കാര്യങ്ങളും പ്രാഥമിക കാര്യങ്ങളും അറിയാം. എന്തിനാണ് നമ്മൾ ആ രോഗം വരുമ്പോൾ ഡോക്ടറെ അടുത്ത് പോകുന്നത്? അത് സ്പെഷ്യലൈസ് ചെയ്തവരുടെ അടുത്ത് പോകുന്നതാണ്. നമുക്കും അത്യാവശ്യം കുറച്ച് എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യകളും എഞ്ചിനീയറിംഗ് കാര്യങ്ങളൊക്കെ വായിച്ചും പഠിച്ചും ഒക്കെ നെറ്റിൽ നിന്ന് എടുത്തൊക്കെ അറിയാം. എന്തിനല്ലേ നമ്മൾ വീട് വയ്ക്കുമ്പോൾ ഒരു എഞ്ചിനീയർ അടുത്ത് പോകണം? എന്തിനാണ്? എഞ്ചിനീയർ അത് തന്നെ മുഴുവൻ കാലവും, ജീവിതകാലം മുഴുവൻ, അല്ലെങ്കിൽ പഠിച്ച് ഇറങ്ങിയ അന്ന് മുതൽ അത് തന്നെ ചെയ്ത് ചെയ്ത് പ്രായോഗികമായി പരിജ്ഞാനം കിട്ടിയ ആളാണ് എഞ്ചിനീയർ. അതുകൊണ്ടാണ് നമ്മൾ അവരുടെ സേവനം എടുക്കുന്നത്. അതുപോലെ നമ്മൾ മനുഷ്യരെല്ലാവരും ഭൗതിക ജീവിതത്തിൻ്റെ നെട്ടോട്ടത്തിനിടയിൽ 24 മണിക്കൂറിനോ 48 മണിക്കൂറായി പ്രവർത്തിച്ചുകൊണ്ട് ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഓടി, അങ്ങനെ ജോലി ചെയ്തും പല രൂപത്തിൽ ഓടി പോകുന്നതിനിടയിൽ ധ്യാനത്തിനോ യോഗ പോലുള്ള കാര്യങ്ങൾക്കോ ആത്മീയ അന്വേഷണത്തിനോ ആത്മീയ ചിന്തകൾക്കോ, എന്തിനു പറയുന്നു, സമാധാനപരമായ 5 നിമിഷം ഇരുന്ന് ഈ പ്രപഞ്ചവുമായി സന്നിവേശിക്കുവാനോ പ്രപഞ്ച മനസ്സുമായി ഒന്ന് സംവാദം നടത്തുവാനോ ഇന്ന് സമയമുള്ളവരല്ല മനുഷ്യർ, സാധാരണ മനുഷ്യർ. അപ്പോൾ സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഇതിനൊന്നും സമയമില്ലാത്തതുകൊണ്ട് അവർ എന്തു ചെയ്യും? നേരത്തെ ഞാൻ പറഞ്ഞ ഡോക്ടറെ അടുത്ത് പോകും പോലെ, എഞ്ചിനീയർ അടുത്ത് പോകും പോലെ, ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ നിന്ന്, ബിസിനസ്സുകാരിൽ നിന്ന് ബിസിനസ് കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് പോലെ, മെഡിക്കൽ ഷോപ്പിൽ പോയി മെഡിക്കൽ സാധനങ്ങൾ വാങ്ങുന്ന പോലെ, മാർക്കറ്റിൽ പോയി മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നത് പോലെ, കാണുന്നത് പോലെ, ഓരോ വസ്തുക്കളും മുഴുവൻ സമയവും അതിനുവേണ്ടി ചെലവഴിക്കുന്ന ആളുകളടുത്ത് പോകുന്നതിൻ്റെ ഭാഗമായി ആത്മീയ അന്വേഷകരായിട്ടും ഒരുപാട് ആളുകൾ ഈ ഭൂമിയിൽ ജന്മമെടുത്ത് വരാറുണ്ട്. അവർ സാധാരണ ആളുകളെക്കാൾ കൂടുതൽ, ഇപ്പോൾ ഭഗവാൻ എന്ന വാക്കിന് തന്നെ ഭഗ എന്ന് പറയുന്നത് 6 ഘടകങ്ങൾ അല്ലെങ്കിൽ ഗുണങ്ങളുള്ളവരാണ്. ഐശ്വര്യം, പിന്നെ അതുപോലെ തന്നെ ശക്തി, ഓജസ്, സമ്പത്ത് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുള്ള ആളുകളെയാണ് ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ദൈവം എന്ന് പറഞ്ഞാൽ ദ്യോതിപ്പിക്കുന്നത് എന്നാണ് അർത്ഥം. നമുക്ക് നമ്മുടെ ചിന്തയെ ദ്യോതിപ്പിക്കുന്നത്, ചിന്തയെ ഉണർത്തുന്നത് ആണ് ദൈവം. അല്ല, ദൈവം എന്ന് പറഞ്ഞാൽ എവിടെയും ഇരിക്കുന്ന ഒരു വസ്തുവല്ല.
അതുകൊണ്ടാണ് അത് കാണിച്ചു കൊടുക്കാനും പറ്റാത്തത്. മറ്റൊരാളിനെ കൊണ്ട് വിളിച്ചുകൊണ്ടുപോയി കാണിച്ചു കൊടുക്കാൻ പറ്റാത്തത്. മ്യൂസിയത്തിൽ പോലെ വിളിച്ചുകൊണ്ടുപോയി കാണിച്ചു കൊടുക്കാൻ പറ്റാത്തത് അതാണ്. അത് ചോദിപ്പിക്കുന്നതാണ്. മനുഷ്യനെ ചിന്തിപ്പിക്കുന്നതാണ്, ദ്യോതിപ്പിക്കുന്നതാണ്, പ്രപഞ്ചവുമായി ബന്ധിപ്പിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മളെക്കാൾ, സാധാരണ മനുഷ്യരെക്കാൾ പ്രപഞ്ചവുമായി, പ്രപഞ്ചത്തിൻ്റെ ചിന്തകളുമായി, ഈശ്വര ചിന്തകളുമായി, ഈ പ്രപഞ്ചത്തിൻ്റെ സത്വമായും തത്വമായും കൂടുതൽ അടുത്ത് നിൽക്കുന്ന, ആത്മീയ അന്വേഷണം നടത്തുന്ന ഒരുപാട് ജീവനുകൾ ഈ ഭൂമിയിൽ വരും. അങ്ങനെ വന്നിട്ടുള്ള ജീവനുകളാണ് ശ്രീനാരായണ ഗുരുദേവൻ എടുത്താൽ ചട്ടമ്പിസ്വാമികൾ, രമണ മഹർഷി, അങ്ങനെ ഒരുപാട് ഋഷീശ്വരന്മാർ, ആചാര്യന്മാർ, മാതാ അമൃതാനന്ദമയി അമ്മ, സത്ത് സായിബാബ, ഷിർദി സായിബാബ, ഇങ്ങനെ വരുന്നവർ. അവരും ഇങ്ങനെ വന്നാൽ അവർക്ക് മാനവരാശി ഒന്നാകെ അവർക്ക് തുല്യമാണ്. നമുക്കെല്ലാവർക്കും നമ്മൾ വ്യക്തിജീവിതം, കുടുംബജീവിതമൊക്കെ എന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മളിങ്ങനെ ഇത്തരത്തിൽ വരുന്ന ജന്മങ്ങൾ അല്ലെങ്കിൽ ജീവനുകൾ കുറെ കൂടി വ്യത്യസ്തമായി ചിന്തിക്കുകയും ജാതിമത വർഗ വർണ്ണങ്ങൾക്ക് അതീതമായി അവർ ചിന്തിക്കുകയും തൻ്റെ മുന്നിലെത്തുന്ന മറ്റേതൊരു ജീവനിലും സ്നേഹം കാണുകയും ആനന്ദം കാണുകയും അവരുടെ സന്തോഷത്തിന്, മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന വേറിട്ട ജീവനുകളും കൂടുതൽ ആത്മീയ അംശവും ചൈതന്യവും കൂടുതൽ കിട്ടിയവരെയാണ് നമ്മൾ ബഹുമാനിക്കുന്നത്. അത് ഭാരതത്തിൻ്റെ ഒരു ചിന്തയാണ്. ഇവിടെ നാരീപൂജ ഉണ്ടായിരുന്നു, ഉണ്ടിപ്പോഴും. പാദപൂജയുണ്ട്. കാൽ തൊട്ട് വന്ദിക്കുന്ന കാര്യം, ഇപ്പോൾ കാലിൽ തൊട്ട് വന്ദിക്കുന്ന എന്തോ ഒരു അപകടം പോലെയാണ്. എന്തോ ഒരു അശ്ലീലം പോലെയാണ്. കയ്യിൽ ഷേക്ക് ഹാൻഡ് കൊടുത്താൽ മാന്യൻ, കാലിൽ തൊട്ട് വന്ദിച്ചാൽ അശ്ലീലം. എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരാൾ മറ്റൊരാളിൻ്റെ കാലിൽ തൊട്ട് തൊഴുതാൽ വിനയം കൂടുകയല്ലേ ചെയ്യുന്നത്? ആ കാലിൽ തൊടാൻ നിൽക്കുന്ന തൊടുന്ന ആളിൻ്റെ വിനയവും അഹങ്കാരവും ഒക്കെ പോവുകയല്ലേ ചെയ്യുന്നത്? കയ്യിൽ പിടിച്ച് ഷേക്ക് ഹാൻഡ് കൊടുത്താൽ മിടുക്കൻ, അത് വെൽഡൺ. കാലിൽ തൊട്ടാൽ എന്തോ ഒരു വലിയ അശ്ലീലമാണ് നമുക്ക്. പക്ഷെ ഭാരതത്തിൻ്റെ ചിന്തയനുസരിച്ച് കാലിൽ തൊട്ട് തൊഴുന്നത് പുണ്യപ്രവർത്തനമാണ്, ഒരു വിനയപ്പെടലാണ്. നമ്മൾ ഈഗോ കൂടുതൽ കളയലാണ്. ശരീരം മൊത്തം കുനിയുകയാണ് നമ്മളെ. പാദപൂജയുണ്ട്, തിരുപൂജയുണ്ട്. ഇവിടെ പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ ഗുരുപൂജ ചെയ്യാറുണ്ട്. പെൺകുട്ടികളെ പൂജിക്കാറുണ്ട്, വയസ്സായവരെ പൂജിക്കാറുണ്ട്. ഇതിൻ്റെ ഭാഗമാണ്. അവരെല്ലാം ഈശ്വരനാണ്, ഈശ്വരൻ്റെ അംശമാണെന്ന് കണ്ടിട്ടാണ് ഭാരതത്തിൽ ഇത് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ വരുന്നവർ ഇപ്പോൾ നമ്മൾ ആരുടെയും ജാതിയോ മതമൊന്നും പറയുന്നില്ല. പൂർവാശ്രമത്തിൽ അവരുടെ ജാതി പറയുന്നത് ശരിയല്ല ഇപ്പോൾ. പക്ഷേ മാതാ അമൃതാനന്ദമയി അമ്മ ഏത് സമുദായത്തിലാണ് ജന്മം കൊണ്ടത്? നമ്മളീ പറയുന്ന ബ്രാഹ്മണിക്കൽ, ഹിജിമണിയും, നമ്പൂതിരിയും, നായരും എല്ലാം അങ്ങനത്തെ ഒരുപാട് ഐറ്റങ്ങളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ആരെങ്കിലും അങ്ങനെ മുതിർന്ന അല്ലെങ്കിൽ ഉയർന്ന ജാതിക്കാർ പോയി ഇങ്ങനെ നിൽക്കുമോ? അമ്മയുടെ അനുയായികളായിട്ടും ശിഷ്യന്മാരായിട്ടൊക്കെ നിൽക്കുമോ? അപ്പോൾ അമ്മയുടെ ജീവൻ ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും പണത്തിനുമൊക്കെ ഉപരിയായി ഈ ഭൂമിയിൽ വന്ന ഒരു ജീവനാണെന്ന തിരിച്ചറിവിലാണ് വിവരമുള്ളവനും വിദ്യാഭ്യാസമുള്ളവനും വിവരമില്ലാത്തവനും പഠിച്ചവനും പഠിക്കാത്തവനും ശാസ്ത്രജ്ഞനും രാഷ്ട്രീയക്കാരും എല്ലാവരും പോയി അവരെ വണങ്ങുന്നത്. അതുപോലെ സത്യസായിബാബ ഭഗവാൻ, അതെങ്ങനെയാണ് ആൾ ദൈവം ആവുന്നത്? ഇനി ആൾ ദൈവം എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ പറഞ്ഞു, ദൈവം എന്ന് പറഞ്ഞാൽ ജ്യോതിപ്പിക്കുന്നത് എന്നാണ് അർത്ഥം. മറ്റുള്ളവരെ ചിന്തിപ്പിക്കുന്നത്, മറ്റുള്ളവരിൽ ആത്മീയ അന്വേഷണം കടത്തിവിടുന്നത്, മറ്റുള്ളവരിൽ ആത്മീയ ചിന്ത കടത്തിവിടുന്നവർ. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ആദരിക്കും. ഇപ്പോൾ യേശുദേവൻ മനുഷ്യരമ്മമെടുത്തു. നബി തിരുമേനിമാർ ഒരാളല്ല, പ്രവാചകന്മാർ. മദർ തെരേസയെ ഇപ്പോൾ പിന്നെ മരിച്ചു പോയതിനു ശേഷം ആളുകളെ, അത് വേറെ തരത്തിലാണ്. ഈശ്വരൻ പ്രപഞ്ചത്തിൽ ലയിക്കുന്നു, ഈശ്വരനിൽ ലയിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും അപ്പൂപ്പൻ്റെയും അമ്മമ്മയുടെയും വീട്ടിലുള്ള ആളുകളൊക്കെ മരിച്ചു പോയാൽ അവരുടെ ഫോട്ടോ വെച്ചൊക്കെ പൂജിക്കും. തിരി കൊളുത്തും, പൂജിക്കും, വിളക്ക് കൊളുത്തും, മാലയിടും. ശാരദാദേവി, രാമകൃഷ്ണ പരമഹംസർ, സ്വാമി വിവേകാനന്ദൻ, ഇവരൊക്കെ മരിച്ചതിന് ശേഷം, അന്തരിച്ചതിന് ശേഷം അല്ലെങ്കിൽ സമാധിയായതിനു ശേഷമാണ് അവർക്ക് വേണ്ടി നമ്മൾ പൂജകളൊക്കെ ചെയ്യുന്നത് മനുഷ്യർ. അത് ഈശ്വരാംശമായി അല്ലെങ്കിൽ ഈശ്വരൻ ലയിച്ചു എന്നുള്ള സങ്കല്പത്തിലാണ്. അപ്പോൾ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി, ഭൗതിക ജീവിതത്തിൽ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയും
ഞാനീ പറഞ്ഞ സങ്കല്പത്തിലുള്ള ഒരു ആത്മീയ സങ്കല്പം ഉള്ളതുകൊണ്ടാണ് ആളുകൾ അതിൻ്റെ പുറകെ പോകുന്നത്. പിന്നെ അവിടെ പോയാൽ മറ്റ് വരുന്ന വലിയ പുരുഷാരത്തെ, വലിയ സദസ്സിനെ, അതിലിരിക്കുന്ന ഓരോരുത്തരുടെ ജാതി, മതം, വർഗം, വർണ്ണം, പണം, സമ്പത്ത്, അധികാരം ഇതൊന്നും നോക്കാതെ സാർവദേശീയമായ പ്രാപഞ്ചികമായ സ്നേഹത്തിൻ്റെയും ആത്മീയതയുടെയും സൗഹൃദത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയൊക്കെ വികാരങ്ങളാണല്ലോ മനുഷ്യരിലേക്ക് കടത്തിവിടുന്നത്. പിന്നെ ശ്രീ രവിശങ്കരനെ പോലുള്ള ആളുകൾ ശ്വസന പ്രക്രിയയും യോഗയുടെ ചില കാര്യങ്ങൾ എടുത്തുകൊണ്ട് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നമ്മളെക്കാൾ ആത്മാംശം കൂടുതലുള്ള, നമ്മളെക്കാൾ ആത്മീയ ചിന്തകൾ കൂടുതലുള്ള, കൂടുതൽ ധ്യാനത്തിലിരിക്കുന്ന, കൂടുതൽ ആ സമയം ഭൗതിക കാര്യങ്ങൾക്ക് പുറമേ മറ്റ് കാര്യങ്ങൾ, ആത്മീയമായിട്ടുള്ള പ്രാപഞ്ചികമായ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നവരിൽ കൂടുതൽ പുണ്യാംശവും ആത്മീയാംശവും മനുഷ്യർ കാണുകയും അവരെ തൊഴുകയും അവരെ ആരാധിക്കുകയും അവരെ പൂജിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കൃതിയുടെ പിന്മുറക്കാണ് ഭാരതീയർ. അതുകൊണ്ടാണ് അമ്മമാരെയും മറ്റുള്ള ആൾ. പിന്നെ ഇതിനകത്ത് കള്ളന്മാരും കൊള്ളക്കാരും കൊണ്ട് അതൊക്കെ ജനം തീരുമാനിച്ചോട്ടെ. കള്ളസ്വാമി ഉണ്ടെന്നൊക്കെ പറയും. കള്ളസ്വാമിയുണ്ട്, കള്ള ആൾ ദൈവമുണ്ട്. എല്ലാവരും ദൈവങ്ങളാണെന്നേ. സകല പേരും ദൈവങ്ങളാണ്. ദൈവങ്ങളല്ലാത്ത ഒരാളില്ല ഈ ഭൂമിയിൽ. ഈശ്വരനല്ലാതെ ഒന്നുമില്ല ഈ ഭൂമിയിൽ. ഈശ്വരീയമല്ലാത്ത ഒന്നുമില്ല. ഇതാണ് ചിന്ത, ഭാരതത്തിൻ്റെ ചിന്ത. ആ ഈശ്വരീയമായ ഈശ്വരൻ്റെ ഭാഗമായിട്ടുള്ള, ഈശ്വരനായിട്ടുള്ള, നശിച്ചു പോകാത്ത കുറേ ഇലമെൻസ് മാത്രമേ ഭൂമിയിലുള്ളൂ. അതിന് രൂപമില്ല, ഭാവമില്ല, മണമില്ല, ഗുണമില്ല എന്ന് വിശ്വസിക്കുകയാണ് മനുഷ്യർ. അതുകൊണ്ട് സ്വാഭാവികമായും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചയാണ് നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിന് ദൈവമാവും. തീർച്ചയായിട്ടും ആവും, അതിന് യാതൊരു തർക്കവുമില്ല. അവിടെ മണ്ഡപം വരും, അവിടെ പിന്നെ ക്ഷേത്രം വരും, അദ്ദേഹം ദൈവമാവും, തീർച്ചയായിട്ടും ആവും. വയ്യായകുണ്ട സ്വാമി, തെക്കാട് അയ്യാവ് സ്വാമി, ഇവരെല്ലാം ദൈവങ്ങളുടെ രീതിയിലേക്ക് ഉയർന്നു കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ഈശ്വരനിൽ ലയിച്ചു എന്നുള്ള സങ്കല്പത്തിലേക്ക് മാറിക്കഴിഞ്ഞു. സ്വാഭാവികമായിട്ട് സംഭവിക്കും. അപ്പോൾ ആത്മീയ അന്വേഷണം നടത്തുന്നവർ, ലോകത്തെ മുഴുവൻ ഒന്നായി കാണുന്നവർ, കുടുംബ വ്യക്തി ജീവിതങ്ങൾക്കപ്പുറമുള്ള സാർവലൗകികമായ സ്നേഹവും ആദരവും ഒക്കെ പറയും. പിന്നെ അവർ ഒരുപാട് സാമൂഹ്യ സേവനങ്ങൾ, ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങൾ, അന്നദാനം പോലുള്ള പ്രവർത്തനങ്ങൾ, മറ്റ് സാമൂഹ്യ മേഖലകളിലുള്ള പ്രവർത്തനങ്ങളുണ്ട്, വികസന മേഖല. അത് വേറൊരു വശമുണ്ട്. അതവരുടെ മനുഷ്യരെ ബന്ധപ്പെട്ട കാര്യങ്ങൾ, പല ആശ്രമങ്ങളും അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വശത്ത് നടക്കുകയും മറുവശത്ത് അതിൻ്റെ ആത്മീയ അന്വേഷണം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ അവിടെ പോകുന്നു, താല്പര്യമുള്ളവർ അതിൽ വിശ്വസിക്കുന്നു, ഈ സങ്കല്പം മനസ്സിലുള്ളവരാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അത് ദൈവമെന്ന് പറയുന്നത് എവിടെയെങ്കിലും ഇരിക്കുന്ന കല്ലിലോ മുള്ളിലോ പൂവിലോ എവിടെയെങ്കിലും ഇരിക്കുന്ന ഒരു വസ്തുവല്ല. സാർവലൗകികമായി ഈ പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുന്ന സ്വത്വമാണ്, സത്യമാണ്, പ്രാപഞ്ചിക സ്നേഹമാണ്, പ്രാപഞ്ചിക സൗന്ദര്യമാണ്, പ്രാപഞ്ചികമായ ആനന്ദമാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അതിൻ്റെ സകലവരും ദൈവങ്ങളാണ്. അപ്പോൾ പിന്നെ അതിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ സ്പെഷ്യലൈസ് ചെയ്ത് വരുന്ന ജീവനുകൾ ഒരുപാടുണ്ട്, അല്ലെങ്കിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടി വരുന്ന ജീവനുകളുണ്ട്. ആ ജീവനുകളെ ആരാധിക്കും, അവരെ ദൈവത്തിനെ പോലെ തന്നെ കാണും. ദൈവത്തിനെ പോലെയല്ല, അവർ ദൈവങ്ങളാണ്. അവരെ അങ്ങനെ തന്നെ ബഹുമാനിക്കും, സ്നേഹിക്കും. അവരെ ഭൗതിക രൂപത്തിലായിരിക്കും കാണുന്നത്. അത് വേറൊരു മായയുടെ രൂപത്തിൽ കാണാൻ പറ്റുന്നില്ല. അവർ അന്തരിച്ചു പോയാൽ, അല്ലെങ്കിൽ സമാധിയായി പോയാൽ തീർച്ചയായിട്ടും അവർ ഈശ്വരൻ ലയിക്കുന്നു, ഈ പ്രപഞ്ചത്തിൽ ലയിക്കുന്നു എന്നുള്ള നിലയിൽ വീണ്ടും കുറച്ചുകൂടെ അവരുടെ പദവി ഒരു ഗ്രേഡ് കൂടെ കൂടും. ഒന്നുകൂടി അവരുടെ ആരാധന സമ്പ്രദായങ്ങൾ ഒന്നുകൂടി കൂടും. കുറച്ചുകൂടി പൂജാതി കാര്യങ്ങളൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് ഗുരുദേവനൊക്കെയുള്ള പൂജാതി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ പാറ്റുകാൽ ക്ഷേത്രത്തിൽ തിരുവനന്തപുരത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചട്ടമ്പിസ്വാമികൾക്ക് ക്ഷേത്രമുണ്ട് തൊട്ടടുത്ത് തന്നെ. അപ്പോൾ അങ്ങനെ അവിടെ അവരൊക്കെ വിഗ്രഹവും വച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ചട്ടമ്പിസ്വാമികളുടെ പഴയ ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടാകുന്ന ആത്മീയ ചൈതന്യങ്ങളും സംഭാവനകളും ഒക്കെ ആയിരിക്കും മനുഷ്യരെ ഓർപ്പിക്കുന്നത്. അത് മനുഷ്യനെ ദ്യോതിപ്പിക്കും, അവനെ ചിന്തിപ്പിക്കും. അവൻ്റെ ആത്മീയ അന്വേഷണത്തെ, അവളുടെ മനസ്സിലെ ആത്മീയ ചോദന വർദ്ധിപ്പിക്കും. അതുകൊണ്ട് തന്നെ ആൾദൈവമുണ്ട്, ഭാരതീയ സങ്കല്പം അനുസരിച്ച് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് കള്ള നാണയമാണോ നല്ല നാണയമാണോ എന്നൊക്കെ ഉള്ളത് ജനങ്ങൾക്ക്
ഉള്ള തിരിച്ചറിയാനുള്ള വിവേകവും അറിവും ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനം. ആ ആത്മീയ അറിവ് ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനം. അപകടങ്ങളിൽ ചെന്ന് പോകാതെ, തട്ടിപ്പുകളിലും വെട്ടിപ്പുകളിലും ചെന്ന് വീണു പോകാതെ ശരിയായതും യുക്തമായതും തിരഞ്ഞെടുക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ വിവേചന ബുദ്ധി കൊണ്ട് വേണം. പക്ഷേ അല്ലാതെ ഇതില്ലാതിരിക്കുന്നൊരു സിറ്റുവേഷൻ വരികയില്ല. ഭാരതത്തിൻ്റെ ആത്മീയ ചിന്തയനുസരിച്ച് ആൾ ദൈവങ്ങളും ഉണ്ട്,